ഹൂ ആർ ദേ? ആരാണവർ? ഇതെങ്ങനെയാ സെറ്റ് ചെയ്യുന്നത്? നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിലും നമ്മുടെ 80% റവന്യൂ നമുക്ക് വരുന്നത് 20% കസ്റ്റമറിൽ നിന്നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് 80-20 പ്രിൻസിപ്പിൾ. 80% നമ്മുടെ പ്രോഫിറ്റും എവിടെ നിന്നാണ് വരുന്നത്? 20% കസ്റ്റമറിൽ നിന്നാണ്. നിങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യം കൂടെ അറിയണം. നിങ്ങൾ എന്താണ് ഹൈ ടിക്കറ്റ് ഓഫർ എന്ന് പഠിക്കണമെങ്കിൽ ഇതൊന്ന് അറിഞ്ഞിരിക്കണം. ഇതാണ് 96/4 റൂൾ. 96/4 റൂൾ എന്താ അത്? ഈ 20% അകത്ത് ഒരു 80-20 പ്രിൻസിപ്പിൾ ഉണ്ട്. അതെന്താണെന്നറിയോ? ഈ 80 കഴിഞ്ഞിട്ടൊരു 16% ആളുകളും ഒരു 4% ആളുകളും, അതായത് ഈ 80% പ്രോഫിറ്റ് നമുക്ക് തരുന്നില്ലയോ, അതിൻ്റെ അകത്ത് 80% പ്രോഫിറ്റ് നമുക്ക് തരുന്നത് ഈ 4% കസ്റ്റമറാണ്. ഈ 16%-ൽ നിന്ന് 20% പ്രോഫിറ്റേ കിട്ടുന്നുള്ളൂ. ഈ 80% ഒരു അവതാർ ഉണ്ടാക്കണം. അപ്പം ഇവൻ വരുമ്പോൾ എന്തായി? ഇവനെ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെന്ന് മനസ്സിലായി. ഇവന് നമ്മളൊരു സെപ്പറേറ്റ് ഓഫർ സെറ്റ് ചെയ്തു. ഈ ഓഫറിൻ്റെ അകത്ത് എന്താ പ്രത്യേകത? ഈ ഓഫറിൽ ആസ് എ ബിസിനസ് ഓണർ നിങ്ങൾ ഇടപെടുകയേ ചെയ്യരുത്. കാരണം ഇവന് ആരാ സെറ്റ് ചെയ്ത് കൊടുക്കണ്ടേ? നിങ്ങളുടെ ലോവസ്റ്റ് പെയ്ഡ് എംപ്ലോയീസിനെ വെച്ചിട്ടായിരിക്കണം ഇവന് സർവീസ് കൊടുക്കുന്നത്, ഇവന് പ്രൊഡക്റ്റ് കൊടുക്കുന്നത്. ശ്രദ്ധിച്ചു കേട്ടോ. കാരണം ഇതിൽ ഓൾറെഡി പ്രോഫിറ്റ് ഇല്ല. അതുകൊണ്ട് നമ്മുടെ ഹൈ പ്ലെയ്ഡ് എംപ്ലോയീസ് ആരും ഇവന്റെ സർവീസിന് പോവരുത്, ഇവന് വേണ്ടി ഇട്ട് കൊടുക്കരുത്. ഏറ്റവും കുറഞ്ഞ, ഏറ്റവും സാലറി കുറഞ്ഞ, ഏറ്റവും എക്സ്പെൻസ് കുറഞ്ഞവരെ ആയിരിക്കണം 80% ഇട്ട് കൊടുക്കുന്നത്. സാലറി കൂടിയവരെ ആർക്കിട്ട് കൊടുക്കണം? ഈ 16% ഇട്ട് കൊടുക്കണം. 16% നല്ല സ്കിൽഡ് ആയിട്ടുള്ള, ടാലന്റഡ് ആയിട്ടുള്ള, ഹൈ പെയ്ഡ് ആയിട്ടുള്ള മാനേജേഴ്സിന് ഇവിടെ ഇട്ട് കൊടുക്കണം. ഇവിടെ എക്സിക്യൂട്ടീവ്, ഇവിടെ മാനേജർ. ഇനിയൊരു 4% ഉണ്ടല്ലോ, വി ഡീൽ ഡയറക്ട്ലി. ഇതൊരവതാറാണ്, ഇതൊരവതാറാണ്, ഇതൊരവതാറാണ്. എല്ലാ കസ്റ്റമർക്കൂടെ ഒരവതാറല്ല, ഇവന്മാർക്ക് എല്ലാവർക്കും കൂടെ ഒരു അവതാർ. ഈ 16% ഒരു അവതാർ, ഈ 4% വേറൊരു അവതാർ. അപ്പം എന്തായി? ഇവന്മാർക്കെല്ലാം കൂടെ ഒരു ഓഫർ, ഇവർക്കൊരു ഓഫർ, ഇവർക്ക് വേറൊരു ഓഫർ. ഇത് ലോ ടിക്കറ്റ് ഓഫർ, ഇത് മിഡ് ടിക്കറ്റ് ഓഫർ, ഇത് ഹൈ ടിക്കറ്റ് ഓഫർ. നമ്മുടെ ബിസിനസ്സിൽ 80% പ്രോഫിറ്റ് കൊണ്ടു തരുന്നത് 20% കസ്റ്റമറാണ്. ഈ 20% കസ്റ്റമറെ അകത്ത് വേറൊരു 80-20 പ്രിൻസിപ്പിൾ ഉണ്ട്. അതായത് 16%-വും 4%-വും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിലെ റിയൽ പ്രോഫിറ്റ് സെൻറ്റർ ഈസ് ദിസ് 4%. അതിൻ്റെ തൊട്ട് താഴെ പ്രോഫിറ്റ് കൊണ്ട് തരുന്നത് ദിസ് 16%. അതിന് താഴെയുള്ളൂ ഈ 80%. ഡോണ്ട് ട്രീറ്റ് ഓൾ യുവർ കസ്റ്റമർ ദ സെയിം. എല്ലാ കസ്റ്റമറെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യരുത്. ട്രീറ്റ് ദം ബേസ്ഡ് ഓൺ ദെയർ പേയ്മെൻറ്റ്. അവൻ നമുക്ക് തരുന്ന പേയ്മെൻറ്റിനെ ബേസ് ചെയ്തേ അവനെ ട്രീറ്റ് ചെയ്യാവൂ. ഈ അവതാറിനെ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഇങ്ങനെയാണ്. മില്യൺസ് ഓഫ് ആളുകൾ യൂട്യൂബിൽ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്. കുറച്ച് ആയിരക്കണക്കിന് പേര് എവിടെ വരുന്നുണ്ട്? എൻ്റെ ഫ്രീ പ്രോഗ്രാമുകൾക്ക് വരുന്നുണ്ട്. വെബിനാർ ആയിക്കോട്ടെ, ഫ്രീ ക്ലാസ്സുകൾക്കായിക്കോട്ടെ വരുന്നുണ്ട്. ഇതിൽ നിന്ന് ഇങ്ങോട്ട് ഫിൽട്ടർ ചെയ്ത് വരുന്നേ. ഇതിൽ നിന്ന് മിനിമം ഒരു 300 പേര് എവിടേക്ക് വരുന്നുണ്ട്? എൻ്റെ 1 ഡേ പ്രോഗ്രാമിന് വരുന്നുണ്ട്. ഇതിൽ നിന്ന് ഞാൻ നോക്കി. അപ്പം ഇതിൽ വന്നിരിക്കുമ്പോൾ ഞാൻ നോക്കുന്നത് എന്താ? എൻ്റെ ഈ അവതാർ ഇവിടെ കാണോ ഉണ്ടോ എന്നാണ് നോക്കുന്നത്. അപ്പം എനിക്ക് കുറച്ച് പേരെ കാണാം. ഇന്നിവിടെ 300 പേര് വന്നിരിക്കുന്നു. എൻ്റെ കിങ്സ് ക്ലബിലേക്ക് വരാനായിട്ട് കുറേ അവതാറുകൾ ഇവിടെ ഇരിപ്പുണ്ട്. കാരണം എന്താ? യു ലുക്ക് സിമിലർ ടു മൈ കിങ്സ് ക്ലബ് അവതാർ.